കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു റീലിന് വേണ്ടി കണ്ട ക്രിയേറ്റർ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പം ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതരാത്തവർ? സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വിക്യമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. അപ്പം നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറേ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ചുകൂടെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എന്താണ് കഥ കേട്ട കഥാപാത്രം കേട്ട സമയത്ത് നല്ല ഫീൽ ചെയ്തത്? എനിക്കിതിനകത്തൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് അങ്ങനെ യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വുമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അതങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല, യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പം അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു, നല്ല കുറേ കാസ്റ്റും ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ വന്നപ്പോൾ നല്ല നന്നായി തന്നെയാണ് വിചാരിച്ചത്. അവസാനം എങ്ങനെയായിരിക്കാം, ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം പുള്ളിക്കാരി ഇന്ന കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതായിരിക്കും, അതോ സ്ഥിരം പ്രഡിക്റ്റബിൾ? പ്രഡിക്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇല്ല അങ്ങനെയല്ല, എന്തൊക്കെ പറയാം, എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള പോലത്തെ കഥയൊക്കെ തന്നെയാണ്. അതിന് വലിയ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.